മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാവോ? KFC കാന്താരി ഫ്രൈഡ് ചിക്കനാണ്. വളരെ ടേസ്റ്റിയാണ്, നല്ല മണമുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നതാണ്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു ചിക്കൻ്റെ ഹാഫാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ കാന്താരി ചിക്കൻ ഉണ്ടാക്കുകയാണ്. അപ്പം ഞാൻ കഴുകി ക്ലീനാക്കി ഇതേപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത്, ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തു. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി അതിട്ടു. ഇനി ഞാൻ കാന്താരിയാണ്, നിങ്ങൾ എരിവിനനുസരിച്ച് കാന്താരി ഉപയോഗിക്കാം. കാന്താരി ഇട്ടിട്ടുണ്ട്. ചെറിയ സവാള ഉള്ളി അതിട്ടു. ഇനി വേണ്ടത് മല്ലിയിലയാണ് കേട്ടോ. ഞാൻ അതും കൂടി ഇട്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്ത് 1 സ്പൂണ് തൈര് ചേർക്കാം. കട്ട തൈരാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഈ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ മുകളിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. മസാല വരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം കാന്താരി ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരപ്പ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മൈദാമാവൂടാണ് എടുത്തിരിക്കുന്നത്. എണ്ണ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് വരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ എടുക്കുക. ഇതിലേക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. KFC മാതിരിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നല്ലോണം പൊതിഞ്ഞ ശേഷം നല്ലോണം കുടഞ്ഞെടുക്കുക. ഇനി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. KFC കാന്താരി ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. KFC കാന്താരി ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പിയാണ്, മണവും വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക. അപ്പോൾ ഇനി ഇങ്ങനെ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.